ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഒരു പുതിയ ജേണി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു സങ്കലന ഭാഗമാണിന്ന്. എങ്ങനെ ഇതിനെ കൃത്യമായിട്ട് ചേർത്ത് വയ്ക്കാം? ശൂന്യത, നമ്മുടെ സ്വസ്ഥാവസ്ഥ, അതുപോലെ തന്നെ പ്രപഞ്ചവുമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ, ഈ 3നെയും കൂടി എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം? ഇതിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വ്യക്തമായി കണ്ടിരുന്നു. എന്താണ് ശൂന്യത, അതുപോലെ തന്നെ എന്താണ് പ്രകൃതിയുമായിട്ട് ഏകീഭവിക്കുന്നതിന് മാർഗങ്ങൾ, അതുപോലെ സന്തുലിതാവസ്ഥ. ഇത് 3ഉം കൂടെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെ മനുഷ്യജീവൻ അല്ലെങ്കിൽ മനുഷ്യന്റെ മുന്നോട്ടുള്ള ചലനം സാധ്യമാകുമെന്ന് താവോയുടെ അടിസ്ഥാനങ്ങളെ ബേസ് ചെയ്ത് മനോജ് സാറോട് നമുക്ക് കേൾക്കാം. സോ എല്ലാവർക്കും സ്വാഗതം. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കിട്ടിയതിൽ നന്ദിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ 4 എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ 4 അധ്യായങ്ങൾ, താവോ തേ ചിങ്ങിൻ്റെ അധ്യായങ്ങൾ 4 നമ്മൾ കവർ ചെയ്തിരുന്നു. ഇന്ന് 5ാമത്തെ അധ്യായമാണ്. സാബു സാർ നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ 3-4 അധ്യായങ്ങൾ ചേർത്തുകൊണ്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അതായത് താവോ തേ ചിങ്ങിൻ്റെ 5ാം അധ്യായം വളരെ ആഴത്തിലുള്ള ഒരു അതിൻ്റെ ഒരു ദാർശനികത എന്ന് തന്നെ പറയാം. ഇതെല്ലാം കൂടെ 3ഉം കൂടി കൂട്ടിച്ചേർത്ത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിൽ കൂടെ പോയപ്പോഴേ ഇത് ഇത്തിരി വളരെ ഗഹനമായ സബ്ജക്റ്റാണ്. കാര്യം 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ലവോത്സു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോക തത്വചിന്തയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ഒരു തത്വചിന്തയാണ്. വളരെ കാവ്യാത്മകമായിട്ടാണ്. വളരെ കുറച്ച് വരികളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആ വരികളുടെയൊക്കെ അർത്ഥം ഇതിൻ്റെ പരിഭാഷയിൽ കൂടെ ഒക്കെ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. മെയിനായിട്ടുള്ള 3-4 ഇംഗ്ലീഷിലുള്ള പരിഭാഷകളുണ്ടായത്. അതിനുശേഷം ഒരുപാട് ലാംഗ്വേജുകൾ ഇതിനെക്കുറിച്ചുള്ള പരിഭാഷകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയവരുടെ ഏറ്റവും ഗഹനമായ ട്രാൻസ്ലേഷൻസാണ് ഇതിൽ കൂടെ ഒക്കെ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലും പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ താവോയുടെ വഴികളിലൂടെ ആണ് നമ്മൾ ഈ ദർശനങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ വഴിയും അതിൻ്റെ ഗുണത്തെയും കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെയാണെന്നാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. വളരെ ഹ്രസ്വമാണ് ഓരോ ചാപ്റ്ററുകൾ. 81 ചാപ്റ്റർ ഉണ്ടെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവയൊക്കെ സാബു സാർ ഇപ്പോൾ കൃത്യമായി പറഞ്ഞ പോലെ പ്രപഞ്ചവുമായി എങ്ങനെ യോജിച്ച് ജീവിക്കാമെന്ന് ഇതിൽ കൂടി വളരെ സൂക്ഷ്മമായി നമ്മൾ ഈ വാക്യങ്ങളിലൂടെയൊക്കെ പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കബിൾ ആണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇവിടെ എടുക്കാൻ തന്നെ കാരണം. വളരെ ഗഹനമാണ്, വളരെ മനസ്സിലാക്കാനൊക്കെയുള്ള ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ വരികളിലും ഓരോ അർത്ഥങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഇന്നത്തെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ 5ാം ചാപ്റ്ററിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. നമുക്ക് അപ്പം ഇവിടെ ഇത് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ സബ് ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എംബ്രേസിംഗ് ബാലൻസ്, എംപ്റ്റിനെസ് ആൻഡ് യൂണിറ്റി എന്നാണ്. അതായത് സന്തുലിതാവസ്ഥ, ശൂന്യത, ഐക്യം എന്നിവയൊക്കെ എങ്ങനെ സ്വീകരിക്കാം, എന്നിവയുടെ സ്വീകരിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം. വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ശാന്തമാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ശൂന്യതയൊക്കെ കാണാം. ഒരു ഒഴുകുന്ന നദി കാണാം. എല്ലാ ഒഴുക്കിനെ കുറിച്ചാണ് ഈ സിമ്പൽ ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഈ കോർ കൺസെപ്റ്റ് എന്താണ് ഈ താവോയിസം എന്നും എന്താണ് ലവോത്സു അതിൽ കൂടെ ഒക്കെ പറഞ്ഞിരിക്കുന്നുള്ള ഒരു കോർ കൺസെപ്റ്റ് ഉണ്ട്. ഒരു 4-5 മെയിൻ പോയിന്റ് ഉണ്ട്. ഞാനത് പെട്ടെന്ന് ആ പോയിന്റുകളിൽ കൂടെ ഒക്കെ ഒന്ന് പോവാം. നമ്പർ 1, താവോ എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം, വഴി, ദ വേ എന്നൊക്കെയാണ്. ആൻ ഇൻവിസിബിൾ ഓൾ എൻകംപോസിംഗ് ഫോഴ്സ് ദാറ്റ് ഫ്ലോസ് ത്രൂ എവറിഥിങ്
It is not a god or a doctrine, but the natural order, the rhythm of existence itself. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോർ കൺസെപ്റ്റിൽ നമ്പർ 1. എന്താണ്? എല്ലാത്തിലൂടെയും ഒഴുകുന്ന അദൃശ്യവും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ ശക്തി, ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത് ദൈവമോ സിദ്ധാന്തമോ അല്ല, മറിച്ച് ജീവിതത്തിൻ്റെ സ്വാഭാവിക താളമാണെന്നാണ് ലവോത്സു പറഞ്ഞത്. അടുത്ത പോയിന്റ് ഇതാണ്, വു വി അല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആക്ഷൻ എന്ന് പറയും. ആക്ടിങ് വിത്തൗട്ട് ഫോഴ്സ്, ലൈക്ക് വാട്ടർ ഫ്ലോയിങ് അറൌണ്ട് ഒബ്സ്റ്റക്കിൾസ്. ഇറ്റ് ഈസ് നോട്ട് പാസിറ്റിവിറ്റി ബട്ട് അലൈൻമെന്റ് വിത്ത് താവോ, ഡൂയിങ് വിത്തൗട്ട് ഓവർ ഡൂയിങ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള കൺസെപ്റ്റ്. എന്താണ്? ആയാസരഹിതമായ പ്രവൃത്തി എന്ന് നമുക്ക് പറയാം. അപ്പോൾ തടസ്സങ്ങൾക്ക് ചുറ്റും ഒഴുകുന്ന വെള്ളം പോലെ, വെള്ളത്തിൻ്റെ മധ്യേ ഒരു തടസ്സം വെച്ചാലും വെള്ളം ഒഴുകിപ്പോകും, ബലപ്രയോഗമില്ലാതെ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴുകിപ്പോരാണ് ലവോത്സു നമ്മളെയൊക്കെ, എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും, ബി അഫ്ലോട്ട് ആൻഡ് ഫ്ലോ ലൈക്ക് ദ ഫ്ലോയിങ് വാട്ടർ അറൗണ്ട് ദ ഒബ്സ്റ്റക്കിൾസ്. അപ്പോൾ അതാണ് ഈ എഫേർട്ട്ലെസ് ആക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മളൊന്നും ചെയ്താലും കാര്യമൊന്നുമില്ല, യു കനോട്ട് ഡു മച്ച്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആക്ടിങ് വിത്തൗട്ട് ഫോഴ്സ്. അപ്പോൾ ഈ ഒഴുക്കുമായിട്ടുള്ള ഒരു ബന്ധം അത് യോജിച്ച്, പക്ഷെ അത് അമിതമാക്കാൻ പാടില്ല. എഫേർട്ട്ലെസ് ആക്ഷൻ ആയിരിക്കണം, പക്ഷേ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. അതാണ് ലവോത്സു ഈ വരികളിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. The next one is the simplicity and softness. Lao-Tzu teaches that the soft overcomes hard, and true strength lies in flexibility and humility. അതാണ് മൂന്നാമത്തെ കാര്യം. എന്താണ്? വളരെ ലാളിത്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലാളിത്വം, മൃദുത്വം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? മൃദുത്വം കഠിനമായതിനെ മറികടക്കും. ഓക്കെ, അപ്പോൾ യഥാർത്ഥ ശക്തി വഴക്കത്തിലാണ്, ഫ്ലെക്സിബിലിറ്റിയിലാണ്. വിനയവും ഫ്ലെക്സിബിലിറ്റിയുമാണ്, ഹ്യൂമിലിറ്റി, അഡാപ്റ്റബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുക. അതൊക്കെ വളരെ വിശദമായി തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ അഡാപ്റ്റബിലിറ്റിയും ഈ ഹ്യൂമിലിറ്റിയെ കുറിച്ചൊക്കെ. അപ്പോൾ വിനയത്വമാണ് ഇതിൽ പറയുന്ന അടുത്ത ഒരു കോർ കൺസെപ്റ്റ്. ലാസ്റ്റ് വൺ ഈസ് ദ യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ്. നമുക്കറിയാം, through the lens of yin and yang, Lao-Tzu reveals that opposites, light and dark, strength and weakness, are not enemies but complements. ഇതെന്താണ്? വിപരീതങ്ങളുടെ ഐക്യമാണ്. yin yang എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഓപ്പോസിറ്റ്സ് ആണ്. അതിനെക്കുറിച്ചും ആദ്യത്തെ ചാപ്റ്ററിൽ വളരെ വിശദമായി ലവോത്സുവിൻ്റെ ചാപ്റ്റർ 1 തന്നെ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആ ലെൻസിൽ കൂടെ വേണം ഇതിനെ നോക്കാൻ. വിപരീതങ്ങളുണ്ട്, വെളിച്ചവും ഇരുട്ടും എന്നൊക്കെ പറയുന്ന പോലെ, ശക്തിയും ബലഹീനതയും. അതൊന്നും ശത്രുക്കളല്ല എന്നാണ് ലവോത്സു പറയുന്നത്, മറിച്ച് പരസ്പര പൂരകങ്ങളാണ് എന്നാണ് ലവോത്സു ഇതിൻ്റെ കോർ കൺസെപ്റ്റുകളിലൂടെ പല ചാപ്റ്ററുകളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുന്നത്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊക്കെ അദ്ദേഹം കോംപ്ലിമെൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറയുമ്പോഴും ചില പോയിന്റുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലവോത്സുവിൻ്റെ ചാപ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്ന ചുരുക്കം വാക്കുകളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നതും, അതിൻ്റെ അത്ര ഡെപ്തായ ഒരു ദാർശനികത അതിനകത്തുണ്ട്, അത്ര ഡെപ്തായ മീനിങ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കോർ കൺസെപ്റ്റ്. ഈ ലവോത്സുവിൻ്റെ താവോ തേച്ചിങ്ങിൻ്റെ കോർ കൺസെപ്റ്റുകൾ വളരെ കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഈ ചാപ്റ്റർ 5ന്റെ കീ ലൈൻസ് ഒന്ന് നോക്കാം. എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്? വളരെ ശ്രദ്ധിച്ച് ഇത് വായിക്കണം. ദേ റിഗാർഡ് ഓൾ തിങ്സ് ആസ് ഓഫറിങ്സ്. ഒറ്റ ലൈനാണ്. അപ്പോൾ ആ ലൈനിലൊക്കെ തന്നെ എന്താണ് ലവോത്സു ഉദ്ദേശിക്കുന്നത് വളരെ വിശദമായി ഗഹനമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന വരികളിലെല്ലാം നിങ്ങൾക്ക് വായിക്കാം. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്ന ഈ വരികളിൽ കൂടിയാണ്. ദ സേജ് ഈസ് നോട്ട് കൈൻഡ്, he regards people as offerings. He is not the space between heaven and earth like a bellows. It is empty but lacks nothing. The more it moves, the more comes out of it. A multitude of words is tiresome, unlike remaining centered.
ഇതാണ് അദ്ദേഹം ഈ ഈ ഈ ചാപ്റ്റർ 5 പറയുന്ന വരികൾ. അദ്ദേഹത്തിൻ്റെ കുറച്ച് വരികളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ. ഈ വരികൾ കൂടെ എന്താണ് നാം അർത്ഥമാക്കേണ്ടത്? പല തരത്തിലുള്ള ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ട്രാൻസ്ലേഷൻ കൊണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ പറഞ്ഞതല്ല ഒരു കാര്യങ്ങളാണ്, പക്ഷെ പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം മലയാളത്തിലുള്ള ഇതിൻ്റെ പരിഭാഷ വായിച്ചു നോക്കൂ. ആകാശഭൂമികൾ നിഷ്പക്ഷമാണ്, അത് സൃഷ്ടികളെയെല്ലാം വൈക്കോൽ നായ്ക്കളായി കാണുന്നു. ഈ വൈക്കോൽ നായ്ക്കൾ, ഞാൻ താഴെയുള്ള ലൈൻ വായിക്കുന്നതിന് മുന്നേ വൈക്കോൽ നായ്ക്കളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ ചൈനീസ് സംസ്കാരത്തിൽ പല ചടങ്ങുകൾ നടക്കുമ്പോൾ വൈക്കോൽ കൊണ്ടുള്ള നായ്ക്കളെ വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അത് ആ ചടങ്ങിന് ശേഷം അത് ഉപേക്ഷിക്കുകയാണ്. ഒന്നിൽ കത്തിച്ചു കളയും, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതാണ് വൈക്കോൽ നായ്ക്കളുടെ പ്രത്യേകത. ഈ വൈക്കോൽ നായ്ക്കൾ ചൈനീസ് സംസ്കാരത്തോട് വളരെ യോജിച്ചാണ്. അപ്പോൾ അതിനെയാണ് അദ്ദേഹം ഉപമിക്കുന്നത്. വൈക്കോൽ നായ്ക്കളാണ് സൃഷ്ടികളെല്ലാം. ജ്ഞാനികളും നിഷ്പക്ഷരാണ്, അവർ മനുഷ്യരെ വൈക്കോൽ നായ്ക്കളെ കാണുകയുള്ളൂ, നായ്ക്കളായേ കാണുകയുള്ളൂ. ആകാശഭൂമിക്കിടയിലുള്ള ഇടം ഒരു ഉല പോലെയാണ്. ആകൃതികൾ മൂലപ്രകൃതി മാറുന്നില്ല, അതെത്ര ചലിക്കുന്നു അത്ര വിളയുന്നു അല്ലെങ്കിൽ വളരുന്നു. അമിത ഭാഷണം നിഷ്ഫലം, അതിനാൽ സമയം കളയാതെ ഹൃദയഗേഹത്തിൽ സ്വസ്ഥരാകുക. ഇതിൻ്റെ മലയാള ഭാഷയാണ് എനിക്ക് കിട്ടിയ മലയാള പരിഭാഷ ഇതാണ്. അപ്പോൾ ഈ ഇത്ര വരികൾ കൂടെ നമുക്ക് ഇതിൽ കൂടെ എന്താണ് ഈ കീ ലൈൻസും കീ കൺസെപ്റ്റും ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ എന്താണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് നോക്കിയാൽ, സോ വൈ ഇറ്റ് റെസണേറ്റ്സ് ടുഡേ, എന്തുകൊണ്ടാണ് ഇന്ന് ഇതിനൊരു പ്രസക്തി നോക്കാം നമുക്ക്. Lavorsu's philosophy invites us to pause, reflect and realign with nature's flow. അതാണ്. In a world of noise and ambition, he offers stillness and surrender not as a defeat but as wisdom. His teachings echo in mindfulness, ecological balance and even leadership models that favor humility over control. So this is a relevance to today's world we live in. അപ്പോൾ ലവോർസുവിൻ്റെ തത്വചിന്ത നമ്മെ പ്രകൃതിയോടൊപ്പം നിർത്താനും ആ ഒഴുക്കിനൊപ്പം നിർത്താനും ചിന്തിക്കാനും പുനഃക്രമിക്കാനും ഒക്കെ അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒഴുക്കിൽ കൂടെ തന്നെ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഭയങ്കര കോലാഹലമാണ്, ശബ്ദ കോലാഹലങ്ങളും അഭിലാഷത്തിൻ്റെയൊക്കെ ലോകത്ത് അദ്ദേഹം പറയുന്നു, ബി സ്റ്റിൽ, നിശ്ചലമായിരിക്കൂ, ആൻഡ് സറണ്ടർ, ശരണാഗതി. അതിൽ കൂടെ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഒരു തോൽവിയായി കാണേണ്ടതില്ല, പരാജയമല്ല, മറിച്ച് അതാണ് ജ്ഞാനം, അതാണ് വിസ്ഡം. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനത്തെക്കുറിച്ച്, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇക്കോളജിക്കൽ ബാലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, വിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു മോഡലായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ കൂടി നമ്മൾ ലവോർസുവിൻ്റെ ഈ ഫിലോസഫിയെ കണ്ടാൽ നമ്മൾക്ക് ജീവിതത്തെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ലവോർസു നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത്. Heaven and earth are not kind. They treat all things as straw dogs. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്ട്രോ ഡോഗ്സിൻ്റെ വൈക്കോൽ നായ്ക്കളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആകാശവും ഭൂമിയും ദയുള്ളവരും അല്ല, അവർ എല്ലാറ്റിനെയും വൈക്കോൽ നായ്ക്കളെ പോലെയാണ് പരിഗണിക്കുന്നത്. നമുക്കും അറിയാം, നമ്മൾ പലരും പ്രകൃതിയിൽ നോക്കിയ കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ദയവുമില്ല, ഒരു ദാക്ഷിണ്യവുമില്ല പ്രകൃതിക്ക്. പ്രകൃതിയിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം അത് ഒരു മാറ്റവും ഇല്ലാതെ സംഭവിക്കും. ഉദാഹരണമാണ് വെള്ളപ്പൊക്കം. ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ ഡിസാസ്റ്റേഴ്സും നമുക്ക് വേണ്ടി ചോദിക്കാം, ദൈവത്തിന് ഇതൊക്കെ തടഞ്ഞ് നിർത്തിക്കൂടെയും ചോദിക്കാം. നോ, ഒരു ദൈവവും തടയാൻ പോകുന്നില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയുടെ നിയമം ഉണ്ടാക്കിയത് ഹയർ ലെവലിലാണ്, അതൊന്നും മാറുന്നില്ല.
അതാണ് ടീച്ചിങ്സ്. അപ്പോൾ നമ്മൾ ആ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും ആ ഫ്ലോയിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും ആ ഒഴുക്കിൽ നീങ്ങി നമുക്ക് നീങ്ങാനും സാധിക്കണം എന്നാണ് ലാവോസ് നമ്മളെ ഉപദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഇന്നത്തെ സബ്ജക്റ്റിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ വൈക്കോൽ നായ്ക്കൾ എന്ന് പറയുന്നത് ഇതാണ്. വളരെ മനോഹരമായിരിക്കും, പക്ഷേ അവസാനം ഇവയുടെ ഗതി ഇതാണ്. ജീവിതവും നമ്മളും മനുഷ്യരൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെയാണെന്നാണ്. പ്രകൃതിയും ദൈവമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ ഏതാണ്ട് നമ്മളുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെ അല്ലേ? ചിന്തിക്കണം. അതാണ് ഇന്നത്തെ ഈ കൺസെപ്റ്റുകളിൽ ഒരു പോയിന്റ് ചിന്തിക്കേണ്ട വിഷയമാണത്. അപ്പോൾ ഇനി ഇതിന്റെ 2-3 കാര്യങ്ങൾ നോക്കുക. എന്താണ് ഇത് ഇംപാർഷ്യാലിറ്റി ഓഫ് നേച്ചർ? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകൃതിക്ക് യാതൊരു ദയവില്ലാത്ത ആളാണ്, നിഷ്പക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നേച്ചേഴ്സ് നാച്ചുറാലിറ്റി, എ മോഡൽ ഫോർ കമ്മ്യൂണൽ ബാലൻസ്. നമ്മുടെ സാമുദായിക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിൽക്കുന്ന പല കാര്യങ്ങളിലെയും കമ്മ്യൂണൽ ബാലൻസിനൊക്കെ ഈ നേച്ചർ ന്യൂട്രാലിറ്റി നമുക്ക് മോഡലാക്കാം. നേച്ചർ ഡസൻ ഡിസ്ക്രിമിനേറ്റ്, ഇറ്റ് സസ്റ്റെയിൻസ് ഓൾ വിത്തൗട്ട് അറ്റാച്ച്മെന്റ്. പ്രകൃതി യാതൊരു വിവേചനവും കാണിക്കില്ല. അത് എല്ലാറ്റിനെയും ഒരു ഡിറ്റാച്ച്മെന്റ് രീതിയിൽ അടുപ്പമില്ലാതെ നിലനിർത്തുകയാണ്. ആരോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ബാധകമാണ്, പ്രകൃതിയുടെ നിയമങ്ങളിൽ കൂടി. അവിടെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ കാര്യമേ നമ്മൾക്ക് കാണാൻ കഴിയില്ല. The sage mirrors this impartiality, fostering harmony over favoritism. ഇതാണ് സേജ് എന്ന് പറയുന്നത്. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ മിനിമം ജീവിതത്തിൽ അറിയേണ്ട ജ്ഞാനത്തെ അറിയുന്നവരാണ് ജ്ഞാനികൾ. അപ്പോൾ ആ ജ്ഞാനികൾക്ക് ഇതുപോലെ തന്നെയാണ്. പക്ഷപാതത്തിന് പകരം ഈ സന്യാസിമാരെന്നൊക്കെ നമ്മൾ പറയും. നമ്മളെല്ലാം ഒരു പക്ഷേ ജ്ഞാനമുള്ളവരാണ്. അപ്പോൾ നമുക്കും ആ കൂട്ടത്തിൽ കൂടാം. അപ്പം നമ്മൾ പക്ഷപാതത്തിന് പകരം ഈ നിഷ്പക്ഷതയെ പ്രതിഫലിപ്പിക്കണമെന്നാണ് ലവർസു പറയുന്നത്. ഞാൻ നേരത്തെ ഒരു സെന്റൻസിൽ വരുന്നത് ബെല്ലോസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബെല്ലോസ് സിമ്പൽ. അപ്പൊ എന്താണ് ബെല്ലോസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ബെല്ലോസ് എന്ന് പറഞ്ഞ ഒരു 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 ഉല നമ്മൾ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയിട്ട് കാണാം. പണ്ട് ഉലയെന്ന് പറഞ്ഞാൽ അത് കാറ്റുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാഗും കാണാം, അതിനകത്ത് നിറയെ എയറാണ്, ശൂന്യതയാണ്. അപ്പോൾ ആ ശൂന്യതയ്ക്ക് അല്ലെങ്കിൽ ആ വായുവിന് ഒരു അദൃശ്യത ഉണ്ട്, അതിന് ഭയങ്കര ശക്തിയുണ്ട്. അതാണ് ബെല്ലോസ് സിമ്പൽ. എംപ്റ്റിനെസ് ഗീവ്സ് ദ പവർ ഓഫ് ദി ഇൻവിസിബിൾ. അപ്പോൾ ശൂന്യതയെന്ന് നമ്മൾ പറയുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിരുന്നു, എംപ്റ്റിനെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും നമ്മൾക്ക് പോലും തോന്നുന്നത് ശൂന്യതയ്ക്ക് വലിയ അർത്ഥങ്ങളൊന്നുമില്ല, പവറൊക്കെ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ലവോർസു പറയുന്നു എംപ്റ്റിനെസ് ഗീവ്സ് ദി പവർ ഓഫ് ദി ഇൻവിസിബിൾ. ഓക്കെ, അപ്പോൾ ആ അദൃശ്യ ശക്തി നൽകുന്ന ആ ശൂന്യതയിൽ ഒരു പവർ ഉണ്ട്. The space between heaven and earth is like bellows. ഈ സെന്റൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. The more it moves, the more it yields. അപ്പോൾ ആകാശത്തിനും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ഒരിടം ഉണ്ടല്ലോ, അത് ആ സ്പേസ് ആണ്, എൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കൂടുതൽ ചലിക്കും തോറും അത് കൂടുതൽ പവർ നൽകുന്നു, തീയെ പോലും ആളിക്കത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അതാണ് ശൂന്യതയുടെ പവർ. സോ യൂസ് ദാറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശൂന്യത ശൂന്യമാണോ? അല്ല എന്നാണ് ലവോർസു പറയുന്നത്. അതൊരു സാധ്യതയാണ്. എംപ്റ്റിനെസ് ഈസ് നോട്ട് വോയിഡ്, ഇറ്റ് ഇസ് പൊട്ടൻഷ്യൽ. ശൂന്യത ശൂന്യമല്ല, ഇറ്റ്സ് എ ബിഗ് പൊട്ടൻഷ്യൽ. വലിയ സാധ്യതയുള്ള ഒരു കാര്യമാണ് എംപ്റ്റിനെസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്താണ് എംപ്റ്റിനെസ് എന്നായിരുന്നു അദ്ദേഹം ചാപ്റ്റർ 4 കൂടുതലും നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. ഇതേപോലെ വെളിച്ചം കിട്ടും. അപ്പോൾ ശൂന്യതയിൽ നിന്ന് അറിവ് കിട്ടും, ബോധം കിട്ടും. നമ്മളൊന്നും നിറച്ചു വെക്കുന്നില്ല. മനുഷ്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും മനസ്സും ചിന്തകളും ഒക്കെയും ശൂന്യമല്ല, എപ്പോഴും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ ശൂന്യമാക്കിയാൽ അതാണ് സാധ്യത എന്നാണ് ലവോർസു ഇവിടെ പറയുന്നത്. സൈലൻസ് ആൻഡ് സെന്ററിങ്. The wisdom of
ലെസ് സ്പീച്ച്, സ്റ്റിൽനെസ് ആൻഡ് പ്രസൻസ്. അപ്പോൾ കുറവിൻ്റെ ജ്ഞാനം അതാണ്. അപ്പോൾ സംസാരം കുറച്ച് പറഞ്ഞാൽ പോലും അതിനകത്തും ജ്ഞാനമുണ്ടെന്നാണ് പറയുന്നത്. സൈലൻസിനൊരു അർത്ഥമുണ്ട്, സൈലൻസിനൊരു ജ്ഞാനമുണ്ട്. സൈലൻസ് പല കാര്യങ്ങളുടെയും ഉത്തരവാണെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. കൂടുതലൊന്നും പറയണ്ട, നിശ്ചലതയുണ്ട്. ബി സ്റ്റിൽനെസ് എന്നൊക്കെ പറയുന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതാണ് നമ്മൾ കാണുന്ന കുറവ്. പക്ഷെ ആ കുറവിൽ ജ്ഞാനമുണ്ട്. മച്ച് സ്പീച്ച് ലീഡ്സ് ടു എക്സോഷൻ, ബെറ്റർ ടു സ്റ്റേ സെൻറ്റേർഡ്. നമ്മൾ കൂടുതൽ സംസാരം നമ്മളെ ക്ഷീണിപ്പിക്കുകയുള്ളൂ. ഇഫ് യു ടോക്ക് മോർ യു വിൽ ബി ടയർഡ്. അതിന് പകരം ലവോത്സു പറയുന്നു ബെറ്റർ ടു സ്റ്റേ സെൻറ്റേർഡ്, കേന്ദ്രീകൃതമായി. നമ്മൾ പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകൃതമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ശക്തിയിൽ നിൽക്കാനാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഈ സെൻറ്റൻസുകളുടെയൊക്കെയും പല ആംഗിളിൽ കൂടി നോക്കുമ്പോൾ കാണാവുന്ന അർത്ഥങ്ങളൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എൻകറേജസ് മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസൻസ്. ശരിയല്ലേ? നമുക്ക് ശ്രദ്ധാപൂർണത കിട്ടും. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെയും മൈൻഡ്ഫുൾനെസ് ഇല്ലാതെയാണ്. അവിടെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത്. നമ്മൾ മറ്റേതോ ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിനെ പോലുള്ള കാര്യങ്ങളൊക്കെ അതിനെ എൻകറേജ് ചെയ്ത് അവിടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതും അതിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനും ആശയവിനിമയത്തെയും അതിൻ്റെ സാന്നിധ്യത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ ബി സൈലൻറ്റ് ആൻഡ് ബി സെൻറ്റേർഡ്. ഇതാണ് ഈ വരികളിൽ കൂടി ലവോത്സു ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കറിയാം, നിശ്ചലമായ തടാകത്തിൽ ഒരു കല്ല് മതി, അല്ലെങ്കിൽ ചെറിയൊരു കാറ്റ് മതി, എല്ലാം മാറി മറിയും. So, coming to the last points, the unity through impartiality. Chapter 5 teaches us to embrace all without clinging. എന്താണ് ഈ 5-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്? അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഇരുന്നാൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും ആശ്ലേഷിക്കാനും പറ്റും. നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും പ്രശ്നമാണ് എന്നുള്ളൊരു ചൂണ്ടുവരലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇമോഷണൽ റെസൊണൻസ് അറൈസ് ഫ്രം ഷെയർഡ് സ്പേസ്, നോട്ട് കൺട്രോൾ. അപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, ഈ ഇമോഷണൽ റെസൊണൻസ്, ഈ വൈകാരിക ഒരു സങ്കലനമൊക്കെ ഉണ്ടാകുന്നത് നിയന്ത്രണത്തിൽ നിന്നല്ല, നമ്മൾ നമുക്ക് ആ സ്പേസ് എവിടെ എല്ലാവരും കൂടെ ചേർന്ന് പങ്കിടുന്നു, അവിടുന്ന് നമുക്ക് ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്പേസിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇമോഷണൽ റെസൊണൻസിൽ വരാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു സംഗീത ഗ്രൂപ്പിലെ ആൾക്കാർ ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർ ഇവിടെ കാണാം, പാടുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് സംഗീതം അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലവോത്സു ഈ സെന്റൻസ് കൂടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ കൂടെ മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ യുണൈറ്റഡ് ആയിട്ട് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ പെർഫെക്ഷൻ ഉണ്ടാവും. അവിടെയാണ് ഈ പറഞ്ഞ സർഗാത്മകത അടക്കമുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ബി യുണൈറ്റഡ് ആൻഡ് സെന്റേർഡ് എന്നാണ് ലവോത്സു നമ്മളെ പഠിപ്പിക്കുന്നത്. Now let us come to the last portion of call to action. Collaborate and reflect on balance and silence. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും? നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഇതൊക്കെ പ്രായോഗികമാക്കാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സന്തുലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, നിശബ്ദതയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ജീവിത സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ കേന്ദ്രീകൃതമായി നിന്ന് നമ്മളതിനൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എന്നാണ് ഈ വരിയിൽ കൂടെയുള്ള അർത്ഥം. എൻകറേജ് ടു എംബോഡി ദ ബെല്ലോസ് എംപ്റ്റി യെറ്റ് എക്സ്പ്രസീവ്. അപ്പോൾ ഈ ഉലയിലുള്ള ശൂന്യതയിലുള്ള ആ ശക്തി ഉപയോഗിച്ച് നമ്മൾക്കും ശക്തരാകാൻ പറ്റും എന്നാണ് ഈ ശൂന്യതയിൽ നിന്നൊക്കെ. അതാണ് ലവോത്സു ഈ വരികൾ കൂടെ ഉദ്ദേശിക്കുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ലെറ്റ് ലൈഫ് ഈവൻസ് അറൈസ് ഫ്രം ദ സെൻറ്റേർഡ് ഇൻറ്റൻഷൻ. നമ്മുടെ ജീവിത സംഭവങ്ങളൊക്കെ ഈ കേന്ദ്രീകൃതമായ ഉദ്ദേശത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ റിമൈൻ സെൻറ്റേർഡ്, ലെറ്റ് താവു മൂവ് ത്രൂ യു. അപ്പോൾ നമുക്ക് സെൻറ്ററായി നിൽക്കാം, ഒഴുക്ക് നമ്മളിൽ കൂടെ ഒഴുകട്ടെ എന്നാണ് അവസാനമായി ഈ ചാപ്റ്ററിൽ ലവോത്സു
പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൈലൻസ് ഉണ്ടാവും. ബ്രീത്തിങ്ങിലും ഹാർമണിയിലും ഒക്കെ കൂടെ നമുക്ക് സെലിബ്രേഷൻ, ജീവിതം ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഈ തത്വചിന്തകളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫിലൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവുന്ന ലവോസ് നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ 2600 വർഷങ്ങൾക്ക് മുമ്പേ രചിച്ചിട്ടുള്ള ഈ തത്വചിന്തകളൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും അതിൽ നിന്നൊക്കെയുള്ള പാഠങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് ഈ വരികളൊക്കെ സൂചിപ്പിക്കുന്നത്. ശാന്തമായി ഒഴുകുന്ന ഈ പുഴയെ പോലെ. അപ്പോൾ നമ്മൾ ഈ 5-ാം അധ്യായം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? Chapter 5 invites us to balance, emptiness and unity. Tao is the silent force behind all life. Its wisdom lies in subtlety and surrender. ഇതാണ് സന്തുലിതാവസ്ഥയുണ്ട്, ശൂന്യതയുണ്ട്, ഐക്യം എന്നിവയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതിൽ കൂടി കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അപ്പോൾ എല്ലാ ജീവിതത്തിലും നമുക്ക് പിന്നിലെ ആ നിശബ്ദതയുണ്ടല്ലോ, അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രപഞ്ചത്തിലൊക്കെ നിൽക്കുന്ന ആ ഫോഴ്സാണ്, ആ നിശബ്ദ ശക്തിയാണ് നമ്മളിൽ കൂടി ഒഴുകുന്നത്. അതിൻ്റെ ജ്ഞാനമാണ് നമ്മുടെ ഈ സൂക്ഷ്മതയിലും കീഴടങ്ങിൽ കൂടിയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമായി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ഈ ചാപ്റ്ററിലുള്ള വിഷയങ്ങളെ നമ്മൾ ഇവിടെ കണ്ടതും കേട്ടതും ഒക്കെ അതുപോലെയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് സെൻറ്റേർഡായി നമ്മൾ കേൾക്കാനായിട്ട് ഒരു ചെറിയ മെഡിറ്റേഷൻ പ്രോസസ് കൂടെ, ഒരു 5-8 മിനിറ്റ്സ് ഉള്ള ഒരു ചെറിയ മെഡിറ്റേഷൻ പ്രോസസ്സ് കൂടെ പോയാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബി റിമൈൻ ഇൻ എ മെഡിറ്റേറ്റീവ് മോഡ്. ഐ ടേക്ക് യു ത്രൂ ദി ഗൈഡഡ് മെഡിറ്റേഷൻ. ശാന്തമായി കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. മൂക്കിലൂടെ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വായിലൂടെ അത് പൂർണ്ണമായി പുറത്ത് വിടുക. വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. കഴിഞ്ഞതിനെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഉള്ള എല്ലാ ചിന്തകളും തൽക്കാലത്തേക്ക് വിട്ടുകളയുക. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസം അതിൻ്റെ സ്വാഭാവിക താളത്തിലേക്ക് മടങ്ങും. നിങ്ങളുടെ നെഞ്ചും വയറും പതുക്കെ ഉയരുന്നതും താഴുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക. അതിനെ മാറ്റാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ശരീരം ഭാരമുള്ളതും താങ്ങുള്ളതുമായി തോന്നാൻ അനുവദിക്കുക. അതേപോലെ നിങ്ങളുടെ തോളുകൾ, താടിയെല്ല്, നെറ്റിവ എന്നിവ അയച്ച് വിടുക. ഈ നിമിഷത്തിൽ സ്വയം വിശ്രമിക്കുക. ഒന്നും ചെയ്യാനില്ല, ഒന്നും ശരിയാക്കാനില്ല, ഒരിടത്തേക്കും പോകുവാനുമില്ല. ഇന്ന് ലവോത്സുവിൻ്റെ താവോ തേ ചിങ്ങിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള വളരെ ആഴത്തിലുള്ള ടീച്ചിങ്സ് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നു, സ്വർഗവും ഭൂമിയും നിഷ്പക്ഷമാണ്. അവ എല്ലാ സൃഷ്ടികളെയും വൈക്കോൽ നായ്ക്കളെ പോലെയാണ് കണക്കാക്കുന്നത്. വൈക്കോൽ നായ്കൾ എന്നാൽ പുരാതന ചൈനയിൽ ഉപയോഗിച്ചിരുന്ന ആചാരപരമായ വസ്തുക്കളാണ്. അവയെ ആചാരത്തിനായി മനോഹരമായി ഉണ്ടാക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആചാരം കഴിഞ്ഞാൽ ഉടൻ ഒരു മടിയും കൂടാതെ അവയെ
ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. സ്വർഗവും ഭൂമിയും ഒരു പൂവിനേക്കാൾ കൂടുതൽ ഒരു സാധാരണ ചെടിയെ ഇഷ്ടപ്പെടുന്നില്ല. അവ സൗമ്യമായ മഴയെയോ കഠിനമായ കൊടുങ്കാറ്റിനെയോ വിധിക്കുന്നില്ല. ഒരു മുൻഗണനയും വിവേചനവുമില്ലാതെ എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ അവ അനുവദിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ നിഷ്പക്ഷതയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ സ്വന്തം വിധികളെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നല്ലത് അല്ലെങ്കിൽ മോശമായത് എന്ന് മുദ്രകുത്താതെ നിരീക്ഷിക്കാൻ കഴിയും. നിങ്ങൾ അതിനെ ശ്വസിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ ശ്വാസം നിങ്ങളെ ശ്വസിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും വികാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈകളിലെ ഒരു വിറയലോ പാദങ്ങളിലെ ചൂടോ അല്ലെങ്കിൽ ഒരു ചെറിയോ വേദനയോ എന്തുമാകാം. ഈ വികാരങ്ങളെ മാറ്റാൻ ശ്രമിക്കാതെ സ്വർഗവും ഭൂമിയും പോലെ നിഷ്പക്ഷമായി അവയെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റെഫ്രിജറേറ്ററിന്റെ ശബ്ദം, AC-യുടെ ശബ്ദം, അകലെയുള്ള ഒരു കാറിന്റെ ശബ്ദം, അല്ലെങ്കിൽ പുറത്തുള്ള പക്ഷികളുടെ ശബ്ദം, അങ്ങനെ എന്തുവാകാം. ശബ്ദത്തിന്റെ കഥയിൽ കുടുങ്ങാതെ വെറുതെ ശ്രദ്ധിക്കുക. അതിനെ മുദ്രകുത്താനോ പ്രതികരിക്കാനോ ആവശ്യമില്ലാതെ ശബ്ദത്തെ ഒരു കമ്പനം പോലെ കേൾക്കുക. ഈ പരിശീലനത്തിൽ നമ്മൾ വേർപിരിഞ്ഞവരോ അശ്രദ്ധരോ ആകാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ വിധികളുടെയും പ്രതീക്ഷകളുടെയും ഭാരം കൂടാതെ കാര്യങ്ങളെ അവ എങ്ങനെയാണോ അങ്ങനെ കാണാൻ നമ്മൾ പഠിക്കുകയാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവിക വികാസത്തെ വിശ്വസിക്കാൻ താവോയോടൊപ്പം ഒഴുകാൻ നമ്മൾ പഠിക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളിരിക്കുന്ന കസേരയുടെ ഫീൽ ഒന്ന് അനുഭവിക്കുക.
നിങ്ങളുടെ മടിയിൽ കൈകളുടെ ഭാരം തോന്നുക, അത് അനുഭവിക്കുക. ഈ നിമിഷത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ നിഷ്പക്ഷതയും ഇടപെടാത്തതിൻ്റെയും ഈ ബോധം നിങ്ങളോടൊപ്പം തന്നെ കൊണ്ടുപോകും. നിയന്ത്രണങ്ങളൊക്കെ വിട്ടുകളയുമ്പോൾ നമ്മൾ ജ്ഞാനത്തിൻ്റെയും ഒഴുക്കിൻ്റെയും ഒരു അനന്തമായ ഉറവിടത്തിലേക്ക് തുറക്കുമെന്ന് ഓർക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ വിരലുകളും കാൽ വിരലുകളും പതുക്കെ ഒന്ന് ചലിപ്പിക്കുക. വീണ്ടും അവസാനമായി ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പതുക്കെ ശാന്തമായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഈ ധ്യാനം ഇവിടെ പൂർത്തിയായി. So, thank you, sir. Thank you very സാബു സാർ, much. over to you. Thank you, sir. Thank you. പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഒന്ന് ശൂന്യതയുടെ പവർ ഓഫ് എംപ്റ്റിനെസ് എന്നുള്ള തലം, പിന്നെ സന്തുലിതമായ അവസ്ഥ, ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് താവോയിലൂടെ നമ്മൾ പഠിക്കുകയായിരുന്നു. മനോജ് സാർ അത് കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് ഉലയനൻ സാറിൽ തുടങ്ങാം. ഉലയനൻ സാർ അഡ്മിറ്റ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞത് കുറെ ദിവസങ്ങളായിട്ട് കാര്യം പറയുമ്പം കേൾക്കാത്തൊരവസ്ഥയൊക്കെ വന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ സർ? യെസ് യെസ് കേൾക്കാം. യെസ് സർ, മനോജ് സാറേ, നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്ത് ഒരു പ്രത്യേക വിഷയം, ശരിക്കു പറഞ്ഞാൽ സൈലൻസ്, അതൊരു വൻ ശക്തിയാണ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ അനുഭവിപ്പിക്കാനായിട്ട് സാറിന് കഴിഞ്ഞു. അവസെ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിശബ്ദതയിലേക്ക് കടന്നു പോകും. അതിൽ നിന്ന് കയറി വരുന്നത് വളരെ വ്യക്തമായ തീവ്രമായ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും. നമുക്ക് വളരെ ശക്തമായി ദേഷ്യം വരുന്നൊരവസ്ഥയിൽ ആ സിറ്റുവേഷൻ ഒന്ന് മാറി, ഒന്ന് കണ്ണടച്ച് പ്രകൃതിയെ കാണാതെ മനസ്സിൽ അതിനെ ഒന്ന് കണ്ട് ഒതുക്കി സൈലൻസിലേക്ക് വിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന് ആ സ്ഥാനത്തേക്ക് വന്നാൽ നിങ്ങൾ എന്തിനാണ് മാറിപ്പോയതെന്ന് പോലും അറിയാതെ ശാന്തത കൈവരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പവർ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ. സാർ ഒന്നുകൂടെ പറഞ്ഞു, പ്രകൃതിയോടൊപ്പം സഞ്ചരിച്ച് പ്രകൃതിയിൽ നിന്ന് സന്തോഷാവസ്ഥയെടുക്കുക. ഇടിമിന്നലും ഇടിവെട്ടലും ഒക്കെ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ അതിനും ഒരു ശാന്തതയുണ്ട്. ഇപ്പൊ പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുകയും പ്രകൃതിയിൽ നിന്ന് നമുക്ക് വേണ്ടത് അനുഭവിക്കുകയും ചെയ്യുക ശാന്തമായി. അതാണ് അവസാനം സാറ് ആ ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ തന്നത്. ഞാൻ പൂർണ്ണമായും അതിനകത്ത് ഇമേഴ്സ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയി. സാറ് ശാന്തമായി കണ്ണുകൾ തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ ലേശം ബുദ്ധിമുട്ടിയാണ് തുറന്നത്. മുഖത്ത് ഒരു പുഞ്ചിരിയോടുകൂടി അത് തുറക്കാനും ഈ ഇരുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനും മനസ്സിനൊരു ശാന്തത ലഭിക്കാനും കഴിഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചൊരു പുസ്തകമാണ് ഈ ലാവോസയുടെ തത്വങ്ങൾ. അത് ഇന്ന് നമുക്ക് സാറിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷം സാർ, ഒത്തിരി സന്തോഷം. എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇത് ഒന്നും കൂടെ
കുറെ കൂടെ അവ്യക്തമായ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് സാറിന് ഇടവേള എപ്പോഴാണോ കിട്ടുന്നത് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. തീർച്ചയായും. റോയ് സാർ ഉണ്ടോ? സാറ് ഇന്നത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ ചാപ്റ്ററുകളിലെ എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒന്ന് എടുത്തപോലെ എനിക്ക് തോന്നി. എല്ലായിടത്തും ഇത് ഇമ്പോർട്ടൻസ് സൈലൻസിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈലൻസിൽ നിന്നും ഒരു എംപ്റ്റൻസും യൂണിറ്റിയും ഒക്കെ ആയിട്ടുള്ള ബാലൻസ് ഉണ്ടാവുമെന്ന് സാർ പറഞ്ഞ വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ജീവിതത്തിൻ്റെയും ചാവോസ്, അതായത് ആ വഴിയാണ് ജീവിതത്തിൻ്റെ എല്ലാം സൈലന്റ് ഫോഴ്സ് എന്ന് ആണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതായത് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സുഖം സാറ് ഇവിടെ ബോധ്യപ്പെടുത്തി തന്നു ഇതിലൂടെ. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഭാഗം നമ്മളിതൊക്കെ പലപ്പോഴായിട്ട് പല കേട്ടെങ്കിലും അതിൻ്റെ ഒരു വേറൊരു അനുഭൂതിയാണ് സാറിൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. കാരണം വൈരുദ്ധ്യങ്ങളും മറ്റതും തമ്മിലുള്ള ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഇതാ തോന്നുന്നത്. അതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നുന്നു. നമ്മളിതൊക്കെ വൈരുദ്ധ്യങ്ങളും ഇതുമായിട്ട് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇതെല്ലാം ശരിയാണല്ലോ ഇതൊക്കെ എന്ന് ചിന്തിക്കാനും അതുവഴി ഒരു അനുഭൂതി ലഭിക്കുന്നതിനും സഹായിച്ച ഒരു ഭാഗമായിരുന്നു ഇന്നത്തെ ഇത്. ഓക്കെ സാർ, ഇത്രയൊക്കെ അതിനകത്ത് പറയാനുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായുവിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് പിന്നെയും നമ്മളെ മറന്നു പോകുമെന്നൊരു തോന്നല് വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു ഭാഗമാണ്. അത് സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെയധികം അതായിട്ട് അന്നേരം തോന്നി. പക്ഷെ അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റാത്ത ഒരു ഭാഗം പോലെ തോന്നി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ സാർ. ഇനി ആരാ പറയാനുള്ള? അമർജ്യോതി മാം ഉണ്ടോ? യെസ്, രമാവതി മാം പറഞ്ഞത്. മനു സാർ, അതുപോലെ സാബു സാർ. സാറേ, ഞാൻ ഇപ്പം DHC പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യം പഠിക്കാനുണ്ടായിരുന്നു സാറേ. അപ്പം സാറ് പറയുന്ന ക്ലാസ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു. ശരിക്കും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ആകാശം, അഗ്നി, ഭൂമി, വായു, ജലം എന്നുള്ളത് ഇപ്പോഴും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാറേ. ഭൂമി നമുക്കൊരു അനുഗ്രഹമാണ്. ഭൂമിയെ ഒരു ദിവസം നമ്മുടെ ഇതില് ഭൂമി ദേവി പുഷ്പിണിയായെന്നും പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്. അതിന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയൊക്കെ പായസം വെച്ച് തരാറുണ്ട്. അപ്പൊ മുറ്റം അടിക്കാൻ പാടില്ല, അലക്കാൻ പാടില്ല, അത്രക്കും പവിത്രത കൽപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ പോലും ഉണ്ട്. അതുകൊണ്ടാണ് മാലിന്യം വലിച്ച് അത് എറിഞ്ഞുകൂടാ, ഭൂമിക്ക് ഭാരം കൊടുത്തുകൂടാ, ഭൂമി ഇങ്ങനെ ആയിക്കൂടാന്ന്, അപ്പൊ ഭൂമി ശോഭിക്കുന്നൊക്കെ പറയുന്നത്. അതിലിപ്പം നമ്മുടെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള നമ്മളെ ആരോഗ്യത്തിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം അനുപാതികമായിട്ടല്ലെങ്കിൽ ഈ ശരിക്കും രോഗമായിട്ട് വരുന്ന അതുകൊണ്ടാണ്. അതിപ്പോ ഇൻ യാങ് എന്ന് പറയുമ്പോൾ പിന്നെ ഭൂമിന്ന് ആകാശത്തേക്കുള്ള പോക്കാണ്. ഇൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മളെ ഭൂമിന്ന് ആകാശത്തേക്ക്. യാങ് എന്ന് പറയുമ്പോൾ ആകാശത്തുനിന്ന് നേരെ ഭൂമിയിലേക്കാണ്. അതില് 6 ഇന്നും 6 യാങ്ങും ഉള്ളത്. അതില് കയ്യില് വരുന്നതാണ് 3 ഇന്ന്. അതില് ലങ്സ്, പെരിക്കാർഡിയം, ഹൃദയം. അതുപോലെ കാലില് 3 ഇന്നിലാ വരുന്നത് സ്പ്ലീൻ, ലിവർ, കിഡ്നി. പിന്നെ കയ്യിലെ യാങ്ങില് വൻകുടൽ, ട്രിപ്പിൾ ഹീറ്റർ, ചെറുകുടല്. കാലിലെ യാങ്ങില് ആമാശയം, പിത്താശയം, മൂത്രാശയം. അങ്ങനെ 12 മെറിഡിയൻ ഉണ്ട്. അതിന്റെ 2 മെയിൻ ആയിട്ടുള്ള മെറിഡിയൻ ഉണ്ട്. അപ്പം ഇങ്ങനെയാകുമ്പോ അതിൽ തന്നെ ഇപ്പൊ
ഇന്ന് പറയുമ്പം പൊതു സ്വഭാവമായിട്ട് പറയുന്നത് സ്ത്രീകളെയാണ് സാധാരണ ഇൻ മെറിഡിയനിൽ പറയുക. സാധാരണ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീത്വം, ഇരുട്ട്, മൃദുലം, ഊർജം, തണുപ്പ്, കരുതൽ സ്വഭാവം, സാവധാനം രൂപപ്പെടുന്നത്, ചുരുങ്ങുന്നത്. പുരുഷന്മാരെ പറയുമ്പോൾ പുരുഷത്വം, പകൽ, കട്ടിയുള്ളത്, വരണ്ടത്, ചൂട്, ചെലവാക്കുന്ന സ്വഭാവമുള്ളത്, പെട്ടെന്നുണ്ടാകുന്നത്, വികസിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണെങ്കിലും കൂടി നമ്മുടെ ചില ആൾക്കാരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇന്നും യാനും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ചില പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സ്വഭാവമുള്ളവരുണ്ടാവും, അതുപോലെ ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സ്വഭാവമുള്ളവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇന്നും യാനും പിന്നെ നല്ല രീതിയിൽ, അതായത് ആ ഒഴുക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിലാണ് ആ രോഗം വരുന്നത്. ആരും അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധമുള്ളതാണ്, ഇന്നും യാനും ശരിയായിട്ടുള്ള രീതിയിൽ വരണം. അപ്പോഴാണ് ഈ ഒഴുക്കിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്കത് രോഗമായിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് എന്താ പറയുന്നത്, എനിക്ക് ക്ലാസ് നല്ലോണം ഇഷ്ടപ്പെട്ടു സാറേ. കാരണം ഞാൻ പഠിച്ചത് ഒന്നും കൂടി സാറ് പറയുമ്പോൾ നല്ല ഇഷ്ടം തോന്നി. പിന്നെ സാറിന്റെ മെഡിറ്റേഷൻ എപ്പോഴും നല്ലതാണല്ലോ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു രമാവതി മാഡം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാബു സാറ് വേറൊരു തിരിച്ചറിവായിരുന്നു. ഇപ്പൊ മാഡം പറഞ്ഞ കാര്യം എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. താങ്ക് യു മാഡം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അവലോകനം തന്നെയായിരുന്നു. നമ്മുടെ ശരീരത്തെ എങ്ങനെ ബന്ധിപ്പിക്കാം, ഓപ്പോസിറ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. താങ്ക് യു. നല്ല എക്സ്പ്ലെയിൻ, പുതിയൊരു തിരിച്ചറിവായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. താങ്ക് യു. യെസ് സാർ, മനോജ് സാർ, സാബു സാർ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. പിന്നെ സാറേ, അതായത് മൈൻഡ്ഫുൾനെസിന്റെ വേറൊരു വേർഷനായിട്ട് തന്നെ ഇതിനെ തോന്നുന്നത് എനിക്ക്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ട് മഹർഷിമാരൊക്കെ പറഞ്ഞത് ഇത് തന്നെയല്ലേ? ശരിക്കും നമ്മൾ പ്രകൃതിയായിട്ട് വളരെ താതാത്മ്യം പ്രാപിച്ച് ഇതാക്കണം. നമ്മൾ സൈലൻസ് ആണ്, മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് ഏറ്റവും മനസ്സിനെ കൂളാക്കാൻ കഴിയുക. പിന്നെ പ്രകൃതിയിൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കുക. പ്രകൃതിയായിട്ട് എത്രത്തോളം നമ്മൾ അടുത്ത് നിന്നാൽ അത്ര കാലം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം. ഇതൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്. സാറിന്റെ ക്ലാസ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത് സാറേ. എന്തായാലും വളരെ നല്ല ക്ലാസ്, വളരെ ആ മെഡിറ്റേഷൻ വളരെ ഉഷാറായിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു മാം. ഇനി ആരുള്ളത്? ഷീലാമുണ്ടോ? രമാദേവി മാം പറയൂ. രമാദേവി മാം പറഞ്ഞു. കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാമോ? പറയും. ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടുള്ളതായിരിക്കും, മെഡിറ്റേഷൻ കേട്ടില്ല. മനോജ് സാറിനും ക്ലാസ്സിലത്തെ മനോജ് സാറിനും സാബു സാറിനും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. പ്രകൃതിക്കും സ്വർഗത്തിനും ഒന്നും ഒട്ടും കരുണയില്ല. പക്ഷേ പ്രകൃതി നിഷ്പക്ഷമാണ്, അതിന് ഒരു വിവേചനമില്ല. അതായത് എല്ലാത്തിനെയും അത് ഒരുപോലെ കാണുന്നു. പ്രകൃതിക്കും സ്വർഗത്തിനും ഇടയിലുള്ള ശൂന്യത ഒരു ഉലയെ പോലെയാണ്. അതുപോലെ മനസ്സും ചിന്തയും ഒക്കെ ശാന്തമാക്കി ശൂന്യമാക്കി വെച്ച് ചിന്തകളെ നിരീക്ഷിച്ച് മൈൻഡ്ഫുൾനെസ്സോടുകൂടി ജീവിക്കണം. അതുപോലെ അതിവാചാലത നമ്മുടെ ഊർജം കെടുത്തും. പിന്നെ എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്ഡായ മനോഭാവത്ത് വേണം എപ്പോഴും. ഇതിനോടൊരു ആവശ്യമില്ലാത്ത ഒരു അറ്റാച്ച്മെന്റ്, കൂടുതൽ അറ്റാച്ച്മെന്റ് പാടില്ല. പിന്നെ ഒരാളിൽ കൂടി മാത്രം ഒന്നും സംഭവിക്കുകയില്ല. ഒരു ബാലൻസ്ഡ് ലൈഫിന് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ഇത്ര. താങ്ക് യു സാർ. താങ്ക് യു മാം. ഓക്കെ, ദെൻ രാം സാർ കേൾക്കുന്നുണ്ടോ? ഷീല മാം. യെസ്, ഷീല മാം. എല്ലാവർക്കും നമസ്കാരം. മനോജ് സാറിന്റെ ക്ലാസ് 5 ക്ലാസ് ആയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിലാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞതേ. ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് എൻ്റെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരു ക്ലാസ് അല്ല, കുറച്ച് ഉയർന്ന തലത്തിലുള്ള ക്ലാസ് ആണെന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത്. എങ്കിലും എനിക്ക് മനസ്സിലായതിൽ നിന്ന് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം സാർ. അതായത് പിന്നെ ഹെവനും എർത്തിനും ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ശൂന്യമായ ഒരു സ്ഥലമാണെന്നും, വായുവുണ്ട് എങ്കിൽ പോലും അത് ശൂന്യതയാണെന്നും, അവിടെ നിൽക്കുന്ന വെറും സ്ട്രോ ഡോഗ്സ് ആണ് നമ്മളെന്നുമാണ് ഈ സാറിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലായത്. നമ്മൾ കൂടുതൽ ഒന്നിനെ കുറിച്ചും വേവലാതിപ്പെടുകയോ അഹങ്കരിക്കുകയോ വേണ്ട. കാരണം ഈ സ്ട്രോ ഡോഗ്സിനെ അവര്
വളരെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കി ആ ഫംഗ്ഷന് വേണ്ടി തയ്യാറാക്കുകയും പിന്നീട് അതിനെ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അത് മനുഷ്യന്റെ തന്നെ ഒരു അവസ്ഥയായിട്ടാണ്. അതായത് നമ്മളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ നമ്മളെ അങ്ങനെ നോക്കുമെന്നും ആവശ്യം കഴിയുമ്പോൾ നമ്മളെ അതുപോലെ മാറ്റി നിർത്തുമെന്നും, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥാനം, പിന്നെ നമുക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുകയാണെങ്കിൽ മാറ്റി നിർത്തപ്പെടുമെന്നും, അത് ഏത് മേഖലയിലായാലും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് സ്ട്രോ ഡോഗിനെ മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ ജീവനുള്ളവയ്ക്ക് മരണമുണ്ട്, എന്നാൽ ഈ സ്ട്രോ ഡോഗ് ജീവനില്ലാത്തതാണ്, എങ്കിൽ കൂടി അതിനും മരണം അവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബെല്ലോസിനെ കുറിച്ച് പറഞ്ഞു. ഉലയിലുള്ള പിന്നെ ആ തീ ആളി കത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലെതർ ബാഗ്, തുകൽ ബാഗ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ആ ഉലയ്ക്ക് യാതൊരു വിലയുമില്ല. അതിനെ എത്ര കണ്ട് ആ തുകൽ ബാഗിൽ വായു നിറച്ച് പ്രഷർ കൊടുക്കുന്നുവോ അതനുസരിച്ചാണ് ആ ഉലയിലെ തീ ആളിപ്പടരുന്നതും അതിൽ നിന്ന് തീ ഉണ്ടാകുന്നതും. അതുപോലെയാണ് നമ്മളും ശക്തി എത്ര നമ്മളിൽ സംഭരിക്കാൻ കഴിയുമോ ഒരു നിഷ്പക്ഷതയോടുകൂടി നിന്ന് ഒന്നിനെയും നമ്മൾ പിന്നെ മുഖവിലക്കെടുക്കാതെ ഒഴുകുന്ന പുഴയിലെ ചലിപ്പിക്കാൻ കഴിയാത്ത കല്ലായി നിൽക്കാനാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ എപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്ട്രോങ് ആണെന്നും അത് എല്ലാ തത്വചിന്തകരും അല്ലാത്തവരും ഒക്കെ പറയുന്നുണ്ട്. എങ്കിൽ കൂടി സാറിൻ്റെ ആ ഒരു എക്സാമ്പിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു മ്യൂസിക് അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അത് നമ്മൾ നല്ലതല്ല എന്നുള്ള ആ ഒരു മാനദണ്ഡം കൊടുക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി അതിനെ എത്ര കണ്ട് നന്നാക്കാൻ പറ്റുമെന്ന് പ്രയത്നിക്കുന്നത് പോലെയാകണം നമ്മുടെ ജീവിതവും. ആരെയും ഒന്നിനെയും നമ്മൾ ആശ്രയിപ്പിക്കാനും നോക്കാതെ സ്വതന്ത്രരായി ജീവിക്കുക, സ്വതന്ത്രരായിട്ട് ചിന്തിക്കുക, പിന്നെ മറ്റുള്ളവർക്ക് ഒബ്സ്റ്റക്കിൾ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ സാർ, താങ്ക് യു സാർ. വളരെ നല്ല ഒരു ക്ലാസ് ആയിട്ട് തോന്നി. ഓക്കെ സാർ. മെഡിറ്റേഷനും നല്ലതായിരുന്നു. ശരിക്കും നമ്മൾ വളരെ രസകരമായൊരു ഏരിയ ആയിട്ട് ഇതിനെ കൊടുക്കുക. അതിന് നമ്മളൊരു കുടത്തിൻ്റെ അകത്തുള്ള ശൂന്യതയാണ് നമ്മൾ ചൂടായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു വീട് കെട്ടി അതിന് ചുറ്റുമുള്ള ഭിത്തിയുടെ അകമുള്ള സ്പേസാണ്, ആ ശൂന്യതയാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്ന ഹെവൻ്റെയും എർത്തിൻ്റെയും ഇടയിലുള്ള ആ സ്പേസ്, അത് പ്രകൃതിക്ക് തക്ക രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങിയാൽ അവിടെ ഒരു സ്വസ്ഥതയിലേക്ക് കടന്നു വരും. അതെ. ഇനി അറിയുന്നുണ്ടോ? റാം സാർ, കുഞ്ഞോയി മാസ്റ്റർ, ജോർജ് സാർ. റാം സാർ പറയും, കുറെ നാളായല്ലോ കണ്ടിട്ട്. നമസ്തേ സാറേ. വളരെ മനോഹരമായിരുന്നു, നല്ല രസമായിട്ട്. അതാ ഞാനിവിടെ എല്ലാപ്പോഴും വരാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ എനിക്ക് വളരെ നല്ല രസമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ആദ്യമായിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. സാറിൻ്റെ ആ മെഡിറ്റേഷൻ്റെ ആ ഒരു വോയിസ്, ആ ശബ്ദം, സാറിൻ്റെ വളരെ ഗംഭീരം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷന് പറ്റിയൊരു രീതിയിലുള്ള ഒരു സൗണ്ടും അതിൻ്റെ ഒരു അത് മോഡുലേഷനും ഒക്കെ വളരെ ഗംഭീരമായതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത്. പിന്നെ വളരെ മനോഹരമായിട്ട് തോന്നിയതും വളരെ രസകരമായിട്ടുള്ള തോന്നിയതും ലാവോയ്സിൻ്റെ ഈ ആനുകാലികതയായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും അവരുടേതായുള്ള ഇൻ്റർപ്രട്ടേഷനിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്കും നമ്മുടെ ഭൗതികത്തിലേക്കും നമ്മുടെ നിത്യജീവിതത്തിലേക്കും ഒക്കെ അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അല്ല അവരുടെ കാഴ്ചപ്പാടിൽ കൊണ്ടുവരുന്നത്. അത് ഇപ്പം സാബു സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കൂട്ടായ്മ. ഇതുപോലൊരു കൂട്ടായ്മ അതൊന്നും സാധാരണയിൽ സംഭവിക്കില്ല. കാരണം ബുക്കുകളിലൊന്നും അങ്ങനെ സംഭവിക്കില്ലല്ലോ. ബുക്കുകളിലൊക്കെ ഒരു വലിയ ജ്ഞാനിയായിരിക്കും ബുക്ക് എഴുതുന്നത്, പറയുന്നത്, അവരുടെയൊക്കെ ജ്ഞാനത്തിൻ്റെ ഒരു ഡെപ്തിൻ്റെ ബേസിലായിരിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും അതിനെ നമ്മൾ ഡീല് ചെയ്യുന്നതും അതിനെ തിരിച്ചറിയുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ജ്ഞാനത്തിൻ്റെ ബേസിലാണല്ലോ. അപ്പം ഇവൻ മനോജ് സാറ് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന പല ഭാഷയും മനോജ് സാറിൻ്റെതായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ബേസിൽ, സാബു സാറാണെങ്കിലും ഓരോരുത്തരും. പക്ഷെ അതിങ്ങനെ ഒരു നിത്യജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സ്കോപ്പ് മനോജ് സാറ് ഓപ്പൺ ചെയ്തു തന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം.
ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോരുത്തരും പലപ്പോഴും പറയുന്നുണ്ട് സംശയമായിട്ട് ഒരു ക്ലാരിറ്റിയുടെ ഒരു വിഷയമുണ്ട്, വളരെ വലിയൊരു സബ്ജക്റ്റായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ സബ്ജക്റ്റിൻ്റെ വിവിധ ഭാവങ്ങളെ അവൻ്റെ നിത്യജീവിതത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം. പിന്നെ എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഗഹനമായിട്ടൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഗഹനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ സൃഷ്ടിക്കും അതിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്ക് മുമ്പുണ്ട ഒരു ശൂന്യതയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ യോഗയുടെ ബേസിലാണെങ്കിലും ശരി, നമ്മുടെ ഏത് സിസ്റ്റത്തിൻ്റെ ബേസിലാണെങ്കിലും, സനാതനമാണെങ്കിലും നമ്മുടെ അദ്വൈതത്തിലാണെങ്കിലും ബുദ്ധിസത്തിലാണെങ്കിലും ഇത് തന്നെ ആ പറയുന്ന എല്ലാത്തിനകത്തും കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രം പറയുന്ന രീതികൾക്കൊക്കെ. അപ്പം എല്ലാത്തിനും നമ്മൾ പ്രകൃതിയാണെങ്കിലും നമ്മളിലൂടെയാണെങ്കിലും പുറകോട്ട് നമ്മൾ പോകുമ്പം സൃഷ്ടിക്ക് മുമ്പായിട്ട് സൃഷ്ടിക്ക് കാരണഭൂതമായിട്ടുള്ള ഒരു സൈലൻസ് ഉണ്ട്. അതെല്ലാത്തിലും ഒന്നാ പറയുന്നത്. അപ്പം ആ സൈലൻസിന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. ബെല്ലോസ് എന്നൊക്കെ പറയുമ്പം സത്യത്തിൽ ഒരുപക്ഷെ എനിക്ക് എല്ലാവരും ഇൻ്റർപ്രറ്റ് ചെയ്യുമല്ലോ, എനിക്ക് തോന്നിയൊരു കാര്യം ബെല്ലോസ് ഒരുപക്ഷെ ഈവൻ നമ്മുടെ ശ്വാസത്തിനെ കുറിച്ചായിരിക്കും. സ്വർഗം എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ താഴേക്കുള്ള ശരീരമാണ്. നമ്മുടെ ചക്രാസൊക്കെ യോഗയെക്കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ പറയും നമ്മുടെ എർത്ത് എലമെന്റ് അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ താഴേക്കുള്ളതാണ്. മുകളിലേക്കുള്ള സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ സഹസ്രാറിൽ ഇരിക്കുന്നതാണ്, നമ്മുടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ്. അപ്പം നമ്മുടെ കോൺഷ്യസ്നെസ്സും യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെയും കണക്ട് ചെയ്യുന്ന ബെല്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശമാണ്, നമ്മുടെ ശ്വാസമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ അതൊക്കെ നമുക്ക് നമ്മുടേതായ രീതികളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതാണ് പഴയ വലിയ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വേദോപനിഷത്തുക്കളാണെങ്കിലും ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു പ്രത്യേകത വളരെ പ്രസൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. എനിവേ അതൊരു വലിയൊരു ക്യാൻവാസ് തുറന്നു തന്ന് ഇത്രയും ആൾക്കാർക്ക് വിശാലമായ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപക്ഷെ കൂടുതൽ സാറ് ക്ലാരിറ്റി കൂടുതൽ സാറിൻ്റെ ഇൻ്റർപ്രിട്ടേഷനോട് കൂടി കൂടുതൽ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതും വളരെ നന്നായി അപ്പോൾ പറഞ്ഞതുള്ള ഡെപ്തിലേക്ക്. അതുകൊണ്ട് ഇറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് മനോജ് സാർ, താങ്ക് യു വെരി മച്ച്. ബാബു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു റാം സാർ. സാറിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ സാറിനെ കണ്ടിട്ടില്ല. പറഞ്ഞ വാക്കുകൾക്കൊക്കെയും ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു സാറ്. ഈ യോഗ തലത്തിലാണെങ്കിലും അധ്യാത്മ തലത്തിലാണെങ്കിലും വളരെ ഡെപ്തിൽ നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഇവിടെയും. വളരെ സൂക്ഷ്മ തലത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മിക്കവാറും തിരക്കായതുകൊണ്ട് പലപ്പോഴും പിന്നെ ഇങ്ങനത്തെ വിഷയമൊക്കെ കേൾക്കുമ്പോൾ ചാടി പോകുന്നതായിരിക്കണം. അല്ലേ സാറേ? യെസ് സാർ. ഞാൻ ആദ്യമായിട്ടാണ് സാറേ സാബു സാറെ ഇദ്ദേഹത്തിനെ കാണുന്നത്. സാറിന്റെ വാക്കുകളിലൊക്കെ ഇപ്പോൾ കേട്ടാൽ ഇദ്ദേഹത്തിന്റെ വാക്കുകളിലെല്ലാം ഉണ്ട് ആ സീരിയസ്നെസ്. തീർച്ചയായിട്ടും നമ്മൾ കൂടെ അത് കിട്ടിയെന്നുള്ളത്. താങ്ക് യു സാർ. ബേബി മാം എന്ന് പറയൂ. ബേബി മാം. ബേബി. യെസ് സർ, ഗുഡ് ഈവനിങ്. ഞാൻ ഇപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കടലിന്റെ ആഴത്തിലേക്ക് പോകുന്തോറുമുള്ള ശാന്തതയും അതിന്റെ പുറത്തുള്ള തിരമാലകളാണ് നമ്മളുടെ ഈ വൈക്കോൽ നായകൾ. അത് അവസാനിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു അഗാധമായ അവസ്ഥയുണ്ട്. അതിന് നമ്മൾക്ക് സൈലൻസ് ആവശ്യമാണ്. ഒരു തിരമാല അടങ്ങുമ്പോൾ മാത്രമാണ് കടലിന്റെ അടിത്തട്ടിലുള്ള മുത്തിനെയും പവിഴത്തിനെയും ചിപ്പിയെയും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ, ഈവൻ ഒന്ന് കാണാൻ പോലും സാധിക്കുള്ളൂ. അപ്പോ അതേപോലെയാണ് ഈ നേച്ചറിൽ നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഈ വികാര വിക്ഷോഭങ്ങളെ ഒക്കെ നിയന്ത്രിച്ചിട്ട് ചിത്തവൃത്തി നിരോധ എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഈ നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയെ അനുഭവിക്കാൻ സാധിക്കുക. ഇത് ശ്രീ രവിശങ്കർ ജി എൻ്റെ ഗുരുവാണ്. അദ്ദേഹം നമ്മളെ ഹോളോ ആൻഡ് എംപ്റ്റിനെസ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ കോഴ്സിലൂടെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു അനുഭൂതി ഉണ്ടാക്കി തരാറുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമ്മുടെ മൗനമാണ് ഏറ്റവും പവർഫുൾ എന്നും ആ സൈലൻസിലാണ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്നും ഒരു സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ മൗനമാണ്. താങ്ക് യു സർ. നല്ലൊരു ഈ പുസ്തകവുമായുള്ള പരിചയവും ഈ പുസ്തകത്തിലേക്കുള്ള ഒരു വരവും എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം ഇത് ഇപ്പോ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു പുസ്തകം എഴുതിയ ആളെയോ ഇത്രയും ഒരു പുസ്തകത്തിനെയോ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച് മനോജ് സാർ. താങ്ക് യു. വളരെ നല്ല അവതരണമായിരുന്നു, നല്ല മെഡിറ്റേഷൻ വോയിസ് ആയിരുന്നു, നല്ല ഗൈഡഡ് മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. ജോർജ് സാർ ഇവിടെ? ജോർജ് സാർ ഉണ്ടോ?
ഓക്കെ മനോജ് സാർ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെഷൻ കൂടെ ഉണ്ടോ? സാർ നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ താവോ തേ ചിങ്ങിന്റെ 81 ചാപ്റ്ററുകളാണ്. അപ്പോൾ 81 ചാപ്റ്ററുകളിൽ കൂടെ നമുക്ക് നീങ്ങാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ വേണ്ട, നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ മതി, ബുക്ക് വായിക്കാൻ പ്രോത്സാഹിപ്പിച്ചാൽ മതി. പക്ഷേ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് അങ്ങനെ ഇതൊരു ഇപ്പം റാം സാറൊക്കെ പറഞ്ഞ മാതിരി സബ്ജക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ കോമൺ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും പ്രത്യേകിച്ച് ഒരു അവബോധത്തിൽ കൂടെ ഇങ്ങനെയുള്ള ഒരു നമുക്കുള്ള ഒരു ബോധത്തിലൂടെ നീങ്ങുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റാം സാർ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ നമ്മളതിന് കുറച്ചുകൂടെ അത് നമ്മളുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയാക്കാവുന്ന അതിൻ്റെ ശരിക്കുള്ള മീനിങ്ങും ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് വിഷയങ്ങൾ നമുക്കിതുപോലെ അതിനകത്തുള്ള കാര്യങ്ങളുടെ എല്ലാവരും ഇപ്പം ഞാൻ വായിച്ചതിൻ്റെ അത്രയും അത് ഒരു കണ്ടന്റാണ് ഞാൻ ഇപ്പോൾ ഈ 4-5 എപ്പിസോഡുകളിലായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരേ സമയങ്ങൾക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് വളരെ ചുരുക്കം അറിയാമല്ലോ, ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ നിന്ന് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൂടി ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ അതിന് അർത്ഥം വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയുന്ന വ്യാഖ്യാനങ്ങളും അത് മനസ്സിലാക്കുന്ന രീതി, അതിൽ കൂടെ വരുന്ന ഫീഡ്ബാക്കും റിവ്യൂ ഒക്കെ കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. ഇപ്പോൾ രമാവതി മാവാണെങ്കിൽ പോലും വളരെ നമ്മുടെ ശാരീരിക തലത്തിൽ കൂടി പോലും അതിനൊരു മാനം കണ്ടു. അത് പറഞ്ഞവരെല്ലാവരും. അപ്പോൾ അതാണ് എന്നെ പോലുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ കൂടുതൽ നമ്മളെ അതിനകത്ത് ഉത്സാഹം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് അറിവുകളും തിരിച്ചറിവുകളും നമുക്ക് ഒരു ചെറിയ ആക്ഷൻ, നമ്മുടെ ഒരു പറച്ചിൽ നിന്ന് അതിനേക്കാളും കൂടുതലുള്ള തിരിച്ചറിവുകൾ പകർന്നു തരാൻ കഴിവുള്ളവരാണ് നമ്മളെ ഈ കേൾക്കുന്നവരെല്ലാം. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഗുഡ് നൈറ്റ്. എനിക്ക് വേറൊരു സെഷനിൽ പോകാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും. താങ്ക് യു സോ മച്ച് സാർ. എല്ലാവർക്കും നന്ദിയും നമസ്കാരം. ഒരു ശുഭരാത്രി. താങ്ക് യു. പറഞ്ഞോളൂ മാം. അല്ല സാറേ, അത് സാറ് പറഞ്ഞ മ്യൂസിക്കിന്റെ കറക്റ്റ് സിനർജി അല്ലേ ശരിക്ക്? മ്യൂസിക്കിന്റെ എല്ലാ കമ്പോണന്റും അത് ഒരു സിംബോളിക് ആയിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അല്ല, മ്യൂസിക്കിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അത് ചേരുമ്പോഴാണ് ഒരു മെലഡി വലിയ സംഭവമായി മാറുന്നത് അല്ലേ? മെലഡി അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, ഈ മ്യൂസിക്കിന്റെ ലൈനിന്റെ ഇടയ്ക്ക് വരുന്ന സൈലൻസിനാണ് അതിന്റെ ഭംഗി മുഴുവൻ വരുന്നത് അല്ലേ? അതെ, മ്യൂസിക്കൽ നൊട്ടേഷൻസ് മാത്രമല്ല, പോസ് എന്ന് പറയും, സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നതും മ്യൂസിക്കിൽ അതിനും വേറെ ഭംഗിയാണ്. ചില പാട്ടുകൾക്കൊക്കെ നമ്മൾ കുറച്ചു നേരം ഷീല മാമിനൊക്കെ കൂടുതൽ അറിയായിരിക്കും. ചില പാട്ടുകൾക്ക് പോസ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതലുണ്ട്. അതാണ് ആ പാട്ടിന്റെ ഭംഗി. അങ്ങനെയും പറയാം തീർച്ചയായിട്ടും. പിന്നെ വേറെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, അതുകൊണ്ട് അത് ഈ പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ്. അതെ. അപ്പൊ സാർ താങ്ക് യു. സാറിന് ഒരു ക്ലാസ് ഉണ്ട്. സന്തോഷം എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.